ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് വന്നു ചേരാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും വെമ്പലോടും ആകാംക്ഷയോടും കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടി വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും നിസ്വാർത്ഥമായ സ്വാഗതം. ഓരോ ദിവസവും നിങ്ങളോട് ദൈവത്തിൻ്റെ വചനം പറയാൻ, അതും ദിവസവും 2 നേരം, ചിലപ്പോൾ ഷോർട്ട് മെസ്സേജ് ഉൾപ്പെടെ അതിൽ കൂടുതൽ എനിക്ക് ദൈവം തരുന്ന ഭാഗ്യത്തിനും അവസരത്തിനുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും പുതിയ ആൾക്കാരിലേക്ക് ഈ ദൈവവചനം ചെന്നെത്തുന്നത് ദൈവത്തിൻ്റെ വലിയ കൃപ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഇന്നും ഈ സന്ദേശം നിങ്ങളുടെ അരികിലെത്തിയത് അനർത്ഥ ദിവസത്തിൽ നിങ്ങളെ ഒളിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട് എന്ന വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ നിങ്ങൾക്ക് ഏവർക്കും നൽകാൻ വേണ്ടിയിട്ടാണ്. വളരെ ശക്തമായൊരു സന്ദേശമാണ്, വളരെ പ്രതീക്ഷ നൽകുന്നൊരു സന്ദേശമാണ്. ദൈവസാന്നിധ്യം അധികമായി അനുഭവിക്കാൻ കഴിയുന്ന അവസരമാണ്. അത് നിങ്ങളെല്ലാവരും പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമയൊട്ടും തന്നെ കളയാതെ നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ തന്നെ ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ദിവസവും 2 നേരം, രാവിലെ 6:30 വൈകുന്നേരം 6:30 നമ്മുടെ ഈ ചാനലിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കപ്പെടുന്നു. നിങ്ങളെല്ലാവരും ജോയിൻ ചെയ്യുക. ദിവസവുമുള്ള ഈ കൂട്ടായ്മയിൽ നിങ്ങളൊരു ടൈം ടേബിൾ വെച്ച് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഒപ്പം ഒരു റിക്വസ്റ്റും കൂടെ, ഈ പ്രവർത്തനം അത് അനേകർക്ക് അനുഗ്രഹമാകുമ്പോഴാണ് എനിക്ക് സന്തോഷം വർദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമെന്നുള്ളവർക്കെല്ലാം ഞങ്ങളുടെ ഈ ഓൺലൈൻ മീറ്റിങ്ങിനെ കുറിച്ച് ഈ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അവരോടും പറയുക, ദിവസം 2 നേരം ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് തന്നെ, നിങ്ങൾ താമസിക്കുന്ന വീടുകളിലായിരുന്നു കൊണ്ട് തന്നെ, നിങ്ങളുടെ ഫ്രീ ടൈംസിൽ നിങ്ങൾക്ക് കാണാൻ കഴിയത്തക്ക നിലയിൽ ഇങ്ങനെ ഒരു മാധ്യമം, അത് ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയാണ്. നിങ്ങളതെല്ലാവരും പരമാവധി ഉപയോഗിക്കുക. മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഈ ലിങ്കും ഈ ചാനലും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ദൈവം നിശ്ചയമായിട്ടും അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് നൽകും. അവനാർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. സന്തോഷത്തോടെ എല്ലാ ദൈവമക്കളും സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒരല്പസമയം നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കാം. അനർത്ഥ ദിവസത്തിൽ നിങ്ങളെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ ഉയർത്തുന്ന ഒരു പാറയുണ്ട്. ഹല്ലേലൂയ. 27-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 5-ാമത്തെ തിരുവെഴുത്താണ് കുറിവാക്യമായി എടുത്തിരിക്കുന്നത്. 27-ാമത്തെ സങ്കീർത്തനം 5-ാമത്തെ തിരുവചനം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അനർത്ഥ ദിവസത്തെക്കുറിച്ച് ഭയപ്പെടുന്ന ജനമാണ് ഏറെയുള്ളത്. ഒരനർത്ഥം വരുമ്പോൾ നടുങ്ങിപ്പോകുന്ന മനുഷ്യനാണ് ഏറെയുമുള്ളത്. ഒരനർത്ഥം വരുമ്പോൾ കയ്യും കാലും വിറച്ചിട്ട് എന്ത് അതിനകത്തൊരു റെമഡിയായി ചെയ്യണമെന്ന് ബുദ്ധി പ്രവർത്തിക്കാത്ത നിലയിൽ സ്റ്റക്കപ്പായി പോകുന്ന അവസ്ഥയാണ് എല്ലാവർക്കും ഉള്ളത്. എന്നാൽ ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ മറയ്ക്കലിനെക്കുറിച്ചും തിരുനിവാസത്തെക്കുറിച്ചും വളരെ ആഴമേറിയ അവബോധമുള്ള ദാവീദ് വളരെ ശക്തമായി താൻ പ്രത്യാശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗമാണ് നമ്മുടെ ചിന്തക്കായി എടുത്തിരിക്കുന്നത്. ഇന്ന് ഒരു ദാവീദാകണമെന്നല്ല ഞാൻ ആരോടും ആവശ്യപ്പെടുന്നത്, പക്ഷെ ഒരു ദാവീദിനെ പോലെ ദൈവത്തെക്കുറിച്ച് അവബോധമുള്ളവരായിരിക്കണം. നമ്മൾ സ്ഥാനത്തും അസ്ഥാനത്തും നമ്മൾ ദൈവം എന്ന് പറയുന്നവരാണ്. ചില സന്ദർഭങ്ങളിൽ ദൈവം
ദൈവത്തെക്കുറിച്ച് പറയുന്നതിനേക്കാളും ദൈവം പറഞ്ഞതിനെക്കുറിച്ച് മനുഷ്യൻ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട്. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സ്ഥാനത്തും അസ്ഥാനത്തും ദൈവം എന്ന് നമ്മൾ ഉപയോഗിച്ച് കളയും. ദൈവമക്കളെ, ബൈബിൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നത് അതിനകത്തുള്ള ആയുധങ്ങളെ തിരിച്ചറിയാനും അത് ഉപയോഗിക്കാനും കൂടെയാണ്. ദൈവം എന്ത് പറഞ്ഞു എന്ന് നമ്മോട് പറയുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ബൈബിൾ. എന്നാൽ നമ്മൾ അനർത്ഥ ദിവസത്തിലും സന്തോഷത്തിലും ആകുലതകളിലും ആശങ്കകളിലും എല്ലാം നമ്മൾ ദൈവം 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 എന്ന് തന്നെ പറയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ നാമത്തെ മനുഷ്യൻ എടുക്കണം എന്നാഗ്രഹിക്കുമ്പോൾ തന്നെ ദൈവം പറഞ്ഞ ചിലതിനെ മനുഷ്യൻ ഉപയോഗിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നിങ്ങൾ തിരുവെഴുത്തിൽ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ, ഈ ദാവീദ്, സെഖരിയാവ്, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ദാനിയേൽ, ഇവരൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും സ്ഥാനത്തും അസ്ഥാനത്തും ദൈവം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യത കുറവാണ്. അവർ ദൈവത്തെക്കുറിച്ചുള്ള അവബോധങ്ങളാണ് അവരവിടെ പറയുന്നത്. സ്തോത്രം. ദൈവത്തെക്കുറിച്ചുള്ള അവബോധങ്ങളാണ് അവരെ മുൻപോട്ട് നടത്തിയത്. ദൈവത്തെക്കുറിച്ചുള്ള അവരുടെ കോൺസെപ്റ്റുകളാണ്, ആഴമേറിയ അനുഭവങ്ങളാണ് അവരവിടെ പങ്കുവെച്ചത്. ഇവിടെ ദാവീദും പങ്കുവെക്കുന്നത് അതാണ്. തൻ്റെ ഒരു തീവ്ര ദുഃഖത്തിൻ്റെ സമയത്ത്, ഇത് ഈ പശ്ചാത്തലം ഏതാണെന്നൊന്നും അറിയത്തില്ല, പക്ഷെ എന്തായാലും ഒരു വളരെ തീവ്രമായ ദുഃഖത്തിൻ്റെ നടുവിൽ താൻ നിൽക്കുമ്പോൾ, തനിക്ക് ആശ്രയം എവിടെയും, മനുഷ്യരിൽ എവിടെയും ആശ്രയം വെച്ചിട്ട് കാര്യമില്ല എന്ന് താൻ തിരിച്ചറിയുമ്പോൾ താൻ അവിടെ ചമയ്ക്കുന്ന ഒരു സങ്കീർത്തനമാണ് നാം ഇവിടെ കാണുന്നത്. ദൈവത്തിലുള്ള വിശ്വാസവും തൻ്റെ മറുപടി ലഭിച്ചതുമാകുന്ന അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു മനോഹരമായ സങ്കീർത്തനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഈ സന്ദേശം നിങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോടും ദൈവാത്മാവ് പറഞ്ഞു വെക്കുന്നത്, ദൈവത്തിൽ പ്രത്യാശ വെച്ചിട്ടുള്ള ഒരു മനുഷ്യനും മറുപടി കിട്ടാതിരുന്നിട്ടില്ല. വിശ്വസിക്കാൻ കഴിയുന്നവർ മാത്രം ഈ വചനം വിശ്വസിച്ചാൽ മതി, ഈ ദൂത് വിശ്വസിച്ചാൽ മതി. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിൽ ഒരു മനുഷ്യൻ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അവന് മറുപടി കിട്ടിയ ചരിത്രമുണ്ട്, അവന് മറുപടി കിട്ടിയ സന്ദർഭമുണ്ട്, അവന് മറുപടി കിട്ടിയ അനുഭവങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ഇന്ന് വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ മാത്രമേ വിശ്വസിക്കാൻ പാടുള്ളൂ. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. 4-ാമത്തെ വാക്യം നോക്കി. 4-ാമത്തെ വാക്യം, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ 3 വിധത്തിലുള്ള ആഗ്രഹങ്ങളാണ് അവിടെ ദാവീദ് രേഖപ്പെടുത്തുന്നത്. നമ്മുടെ തന്നെ ആഗ്രഹങ്ങളാണ് കേട്ടോ ദാവീദിൻ്റെയും ആഗ്രഹങ്ങൾ. നമ്മുടെ തന്നെ ചിന്തകൾ തന്നെയാണ് കേട്ടോ ദാവീദിൻ്റെയും ചിന്തകൾ. ഇവിടെ പറയുന്നു നോക്കി, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കുവാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മനോഹരത്വം കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ നിങ്ങളും പറയും നിങ്ങളും കണ്ടിട്ടുണ്ടെന്ന്. സഹോദര, ദൈവത്തിൻ്റെ മനോഹരത്വം വെളിപ്പെടുന്ന എങ്ങനെയാണെന്നറിയാമോ? ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ പൂർണ്ണ ശക്തിയോടെ അങ്ങനെ തന്നെ സംഭവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ മനോഹരത്വം വെളിപ്പെടുന്നത്. ദൈവത്തിൻ്റെ മനോഹരത്വം എവിടെയാണ് ദൈവം ഒതുക്കി വെച്ചിരിക്കുന്നതെന്നറിയാമോ? ഒളിപ്പിച്ചു വെച്ചേക്കുന്നതെന്നറിയാമോ? കർത്താവിൻ്റെ ജീവനുള്ള വചനത്തിനകത്താണ് ദൈവത്തിൻ്റെ സൗന്ദര്യം ഇരിക്കുന്നത്. ദൈവം എന്താണെന്നറിയണമെങ്കിൽ
ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്നറിയണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നോക്കിയാൽ മതി. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സമയം ദൈവത്തിന് വിഷയമല്ല, സാഹചര്യവും ദൈവത്തിന് വിഷയമല്ല, സാധ്യതയും ദൈവത്തിന് വിഷയവുമല്ല. ഞാൻ നിങ്ങളുടെ ഒരു സാധ്യത പറയാം. ഇന്ന് ഏത് സിറ്റുവേഷനിൽ നിങ്ങളിരുന്ന് ഈ തിരുവെഴുത്ത് കേട്ടാലും ദൈവത്തിൻ്റെ മനോഹരത്വം നിന്റെ മറുപടി കൊണ്ട് അവിടെ എത്തിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മനോഹരത്വം നിന്റെ മറുപടി അവിടെ എത്തിക്കും. ദൈവത്തിൻ്റെ വാക്കിൻ്റെ ശക്തി നിന്റെ മറുപടി അവിടെ എത്തിക്കും. ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയും യാതൊരു സൗന്ദര്യവും ജീവിതത്തിനില്ലാത്ത ചിലരിലേക്ക് ഈ ദൂത് പതിയുകയാണ്. ദൈവത്തിൻ്റെ സൗന്ദര്യം നിന്റെ ജീവിതത്തിന് സൗന്ദര്യം വെപ്പിക്കും. ദൈവത്തിൻ്റെ മനോഹരത്വം നിന്റെ തകർന്ന ജീവിതത്തെ മനോഹരമായി പണിയും. ദൈവത്തിൻ്റെ വാക്കിൻ്റെ മനോഹരത്വം നിന്റെ ജീവിതത്തിന്റെ മനോഹരത്വം വർദ്ധിപ്പിക്കും. ദൈവത്തിന്റെ വാക്കിന്റെ സൗന്ദര്യം നിന്റെ തകർന്നുപോയ ജീവിതത്തെ പണിതുയർത്തും. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞ് തുടങ്ങിയാട്ട്. ഗ്ലോറി ടു ജീസസ്. അവന്റെ മനോഹരത്വം കാണണം. രണ്ടാമത് ദാവീദ് പറയുന്നത് എന്നാന്നറിയാമോ? ഈ മനോഹരത്വം ഞാൻ ആലയത്തിനകത്തിരുന്നോണ്ടാ കണ്ടത്. ഇന്ന് തകർച്ചകൾ നിന്നെ ആലയത്തിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കുമ്പോൾ, പരാജയങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് നിന്ന് നിങ്ങളെ പുറത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിക്കുമ്പോൾ, കണ്ണുനീരും മർദ്ദനങ്ങളും വേദനകളും നിരാശകളും ഭയവും നിന്നെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും ദൈവവിശ്വാസത്തിൽ നിന്നും നിന്നെ പുറത്തിറങ്ങാൻ നിർബന്ധിക്കുമ്പോൾ, ദേണ്ടടാ ഒരു വല്ലാത്ത പ്രയാസ ഘട്ടത്തിൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ദൈവത്തിന്റെ മനോഹരത്വം മറുപടിയായും സമാധാനമായും സുരക്ഷിതത്വമായും സ്വസ്ഥതയായും വെളിപ്പെട്ട ഒരു ഭക്തൻ പറയുന്നു, നിന്റെ ആലയം വിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട, നിന്റെ സമാധാനം വിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട, നിന്നിലുള്ള സുരക്ഷിതത്വം വിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങണ്ട. ഇന്ന് ഭയത്തോടെയും നിരാശയോടും ആശങ്കയോടും കൂടെ ഈ തിരുവെഴുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലരെ നോക്കി ദൈവാത്മാവ് സംസാരിക്കുന്നു, പ്രവചിക്കുന്നു. നിന്നെ പുറത്തേക്ക് ഇറങ്ങാനും നിന്റെ വിശ്വാസത്തിൽ നിന്ന് പുറത്തേക്ക് തള്ളാനും നിന്റെ വിശ്വാസത്തിൽ നിന്നെ താഴേക്ക് വലിച്ചിടാനും ദൈവ സാന്നിധ്യത്തിൽ നിന്നും ദൈവത്തിന്റെ ആലയത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനും നിന്റെ ഉള്ളത്തിൽ ഇരുന്നു കൊണ്ട് പറയുന്ന സകല ദുഷ്ടന്റെ ചിന്തകളെയും ശാസിച്ച് ദൈവത്തിന്റെ ആലയത്തിനകത്തേക്ക് കയറുക. ഒരു പുതിയ ദൈവാനുഭവം പരിശുദ്ധാത്മാവിനെ ഉടുപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓ ഹല്ലേലൂയ. എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? ദൈവത്തിന്റെ മനോഹരത്വം കാണണമെങ്കിൽ കുഞ്ഞ് നീ ദൈവത്തിന്റെ ആലയത്തിനകത്ത് കയറണം. ദൈവത്തിന്റെ മനോഹരത്വം അറിയണമെന്നുണ്ടെങ്കിൽ മനോഹരത്വം അറിയണമെന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ ചേർന്നിരിക്കണം. സാഹചര്യം അനുവദനീയമായിട്ടല്ല ദാവീദ് അത് ആഗ്രഹിച്ച്. ശത്രുക്കൾ മുന്നിൽ തനിക്ക് ദോഷം ചെയ്യുമെന്ന് അറിയാഞ്ഞിട്ടല്ല ദാവീദ് അത് ആഗ്രഹിച്ച്. ദൈവത്തോടുകൂടെ ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന്, സുരക്ഷിതത്വം, ശത്രുവിന്റെ പ്രവൃത്തികളിൽ നിന്നുള്ള സുരക്ഷിതത്വം. രണ്ട്, സമാധാനം, ശത്രുക്കളെ കുറിച്ചുള്ള പേടിയില്ല, ഭയമില്ല, അവരുടെ ആയുധങ്ങൾ വന്ന് പതിക്കുമോ എന്നുള്ള ആശങ്കയില്ല, തകർക്കപ്പെടുമോ എന്നുള്ള ഭീതിയില്ല. എന്തെല്ലാം കോംപ്ലിക്കേഷൻ അകത്തതെന്നാണ് സുരക്ഷിതത്വം ലഭിക്കുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ചേരുമ്പോൾ. സഹോദര, ഒരു പണിയുമില്ലാത്തോണ്ടല്ല ഞങ്ങളൊക്കെ ഈ സുവിശേഷം സംസാരിക്കുന്നത്. ഇതുപോലെ ഒരു സുരക്ഷിതത്വവും സമാധാനവും കുറ്റപ്പെടുത്തുന്നവർ കാണും, വിമർശിക്കുന്നവർ കാണും, പരിഹസിക്കുന്നവർ കാണും, കളിയാക്കുന്നവർ കാണും. പക്ഷേ അനുഭവമുള്ള ഞങ്ങൾക്ക് ഇത് ഭോഷത്വമല്ല. ഞാൻ വെറുതെ പറയുന്നതല്ല. ദൈവസാന്നിധ്യത്തിനകത്ത് ദൈവസാന്നിധ്യത്തിനകത്താണ് സമാധാനമുള്ളത്, സുരക്ഷിതത്വമുള്ളത്, വിടുതലുള്ളത്. ദാവീദ് അതാ പറഞ്ഞ്. താൻ രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുന്നേ ഉള്ള ഭീഷണിയാട്ടോ ഇതൊന്ന് ഓർത്തു നോക്കണം. രാജസ്ഥാനത്തേക്ക് വരുന്നതിന് മുന്നേ ഉള്ള പ്രശ്നങ്ങളാണ് ഇത്. യഹോവയുടെ ആലയം എന്ന് പറയുമ്പോൾ ശലോമോൻ രാജാവിൻ്റെ ആലയം അന്ന് പണി കഴിപ്പിച്ചിട്ടില്ല. ഇത് ദൈവത്തിൻ്റെ അരമനയെക്കുറിച്ചും തിരുനിവാസത്തെക്കുറിച്ചും താൻ ഉദ്ധരിക്കുന്ന വാക്കുകളാണ്. ദൈവമക്കളെ, നിങ്ങളുടെ വീടിനകം ദൈവത്തിൻ്റെ തിരുനിവാസമായി മാറും, ദൈവത്തിൻ്റെ അരമനയായി മാറും.
അതിനകത്ത് കരയാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ദൈവത്തിന്റെ ഷേഖേന കൊണ്ട് നിറയും. അത് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ മുറി ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയാട്ടോ. ഈ മുറി ഞാൻ പ്രാർത്ഥിക്കുന്ന മുറിയാണ്. ഇതിനകത്ത് കർത്തന്റെ സാന്നിധ്യമുണ്ട്. ഇത് ദൈവത്തിന്റെ ആലയമാണ്. ഇത് ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്ന സ്ഥലം ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ്. എനിക്കിത് ആലയമെന്ന് പറയാം. ഇവിടെ എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടല്ലോ. ഇവിടെ എൻ്റെ ദൈവത്തിന്റെ ശക്തിയുണ്ടല്ലോ. ഇവിടെ എൻ്റെ ദൈവത്തിന്റെ കൃപയുണ്ടല്ലോ. എനിക്കിത് ദൈവത്തിന്റെ ആലയം എന്ന് പറയാം. മോനെ, നീ നിന്റെ പ്രശ്നങ്ങളും കൊണ്ട് കയറി പോകുമ്പോൾ നീ ഇരിക്കുന്നിടത്ത് ഇറങ്ങുന്നത് ദൈവത്തിന്റെ സാന്നിധ്യമാണെങ്കിൽ എനിക്ക് നിങ്ങൾക്കും പറയാം, ഈ സന്നിധിയിൽ ഇരിക്കുന്നതാണ് എനിക്ക് സുരക്ഷിതത്വം. മോനെ, എത്ര ബലിഷ്ഠകരങ്ങൾ നിന്നെ ചുറ്റിപ്പിടിച്ചാലും നിനക്കതൊന്നും സുരക്ഷിതത്വമാകത്തില്ല. എത്ര പേരുടെ സംരക്ഷണ വലയം നിനക്കുണ്ടെങ്കിലും അതൊന്നും സംരക്ഷണമാകത്തില്ല. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് പറയാ, 3 തരത്തിലുള്ള ആഗ്രഹമാണ് തനിക്കുള്ളത്. അത് തന്നെ താൻ ആഗ്രഹിക്കുകയാണെന്നും പറയും. 1, എനിക്ക് മരണം വരെ ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കണം. 2, ദൈവത്തിൻ്റെ മനോഹരത്വം കാണണം. 3, അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കണം. എന്തിനാ എല്ലാ ദിവസവും 2 നേരം ദൈവത്തിൻ്റെ വചനം ഇതിനകത്ത് സംസാരിക്കുന്നത്? ഞാൻ രാവിലെ 6:30 വൈകിട്ട് 6:30. എന്തിനാ? ഒരു നേരം പോരെ? once in a while പോരെ? ആഴ്ചയിലൊരിക്കൽ, ഏറിയാൽ 2 പ്രാവശ്യം പോരെ? ദൈവത്തിന്റെ വചനം അങ്ങനെ സംസാരിച്ചാൽ ആള് കേൾക്കത്തില്ലേ? ഞാൻ എന്തിനത് ചെയ്യുന്നു? ആള് കാണുമോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ വിഷയം. കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹമാണ്. എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയണം. എനിക്ക് ദൈവത്തെക്കുറിച്ച് പറയാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന മാധ്യമങ്ങൾ, സംവിധാനങ്ങൾ, എൻ്റെ അറിവ്, എൻ്റെ അവസരം, എൻ്റെ ആരോഗ്യം, എൻ്റെ ആയുസ്, അതെനിക്ക് അറിയിക്കണം. അതിനകത്ത് ഞാൻ കാണുന്ന ഒരു മനോഹരത്വം ഉണ്ട്. അതിനകത്ത് ഞാൻ അറിയുന്ന ഒരു ദൈവ സാന്നിധ്യവും ദൈവശക്തിയും ഉണ്ട്. അതിനകത്തുകൂടെ ജനം വിടിവിക്കപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നുണ്ട്. അതിനകത്തുകൂടെ ഡെലിവറൻസ് നടക്കുന്നു എന്ന്. എത്ര ഡെലിവറൻസാ! ഡെലിവറൻസിന്റെ മെസ്സേജ് എനിക്ക് കഴിഞ്ഞ ദിവസം വന്നതെന്നറിയാമോ? പ്രത്യേകിച്ച് നമ്മൾ ആ 2:30 മണിക്ക് നടത്തിയ മീറ്റിംഗ്, പുലർച്ചെ 2:30 മണി തൊട്ട് 4:30 വരെ നടത്തിയ മെസ്സേജുകൾ ഇപ്പോഴും വരുന്നുണ്ട്. സൗഖ്യങ്ങൾ നടന്നത്, വിടുതലുകൾ നടന്നത്, അസാധാരണമായ ദൈവപ്രവൃത്തികൾ, വീര്യപ്രവൃത്തികൾ നടന്നത്. എന്തോരം ദൈവപ്രവൃത്തികളാണ് നടക്കുന്നതെന്നറിയുമ്പോൾ അതിനകത്തൊക്കെ ഡെലിവറൻസ് എന്ന് പറയുന്നതിനേക്കാളും ദൈവത്തിൻ്റെ മനോഹരത്വമാണ് അവിടെ വെളിപ്പെടുന്നത്. സഹോദര, നീ ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, സഹോദരി, നിങ്ങൾ ഇന്ന് വിശ്വാസത്തോടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു 1/2 മണിക്കൂറോ 40 മിനിറ്റോ ദൈവവചനം കേട്ട് എഴുന്നേറ്റ് പോകുന്ന ഒരു വ്യക്തിയായി മാത്രം അല്ല നിങ്ങൾ ആകേണ്ടത്. ദൈവത്തിൻ്റെ മനോഹരത്വം നിന്റെ പ്രാർത്ഥനകൾക്കകത്ത് കാണുവാൻ ഇന്നത്തെ ഈ സന്ദേശം കാരണമായി തീരണം. ഹല്ലേലൂയ. അങ്ങനൊരു മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. അപ്പൊ നിങ്ങൾ എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്? ദൈവമക്കളെ, ദൈവത്തിന്റെ മനോഹരത്വം, അവന്റെ നാമത്തെ ഉയർത്തുമ്പോൾ ദൈവത്തിന്റെ മനോഹരത്വം, അവനോട് സംസാരിക്കുമ്പോഴുള്ള ദൈവത്തിന്റെ മനോഹരത്വം, തന്നെക്കുറിച്ച് പറയുമ്പോഴുള്ള ദൈവത്തിന്റെ മനോഹരത്വം, തന്റെ വചനം വായിക്കുമ്പോഴുള്ള ദൈവത്തിന്റെ മനോഹരത്വം മറഞ്ഞിരിക്കുന്നതാ ഇതൊക്കെ. നമുക്ക് വിടുതല്, ഡെലിവറൻസ്, സൗഖ്യം, അവിടെ അത് സംഭവിച്ചു, ഇവിടെ ഇത് സംഭവിച്ചു. മക്കളെ, അത് മാത്രമല്ല മനോഹരത്വം. അത് കർണത്തിന് സുഖം, അത് കാതിന് സുഖം, പ്രവചനം കേൾക്കുന്നവനൊരാശ്വാസം. അതിനേക്കാൾ വലിയ ഒരു മനോഹരത്വം ഉണ്ട് സഹോദര, സഹോദരി. മക്കളെ, ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ. എന്നേക്കാൾ ഇളയതുങ്ങളും ഇതിനകത്തുണ്ട്. എൻ്റെ അമ്മമാരാകാൻ പ്രായമുള്ളവരും ഉണ്ട്, എൻ്റെ മുത്തശ്ശിയാകാൻ പ്രായമുള്ളവരും ഉണ്ട്, എൻ്റെ ജ്യേഷ്ഠന്മാരും ഉണ്ട്, അനുജന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. സ്തോത്രം. ഞാൻ നിങ്ങളെല്ലാവരെയും കേൾക്കാനാ പറയുന്നത്. നിങ്ങളെല്ലാവരെയും കേൾക്കാനാ പറയുന്നത്. യേശു കർത്താവ്
എന്തു പറഞ്ഞ ജനത്തെ ആകർഷിച്ച്? നിങ്ങൾ പറ. അല്ല, യേശു കർത്താവ് ആകർഷിച്ചില്ല, യേശു കർത്താവിൻ്റെ വായിലൂടെ ഒന്ന് വചനങ്ങൾ ആകർഷിച്ചു. അല്ല, എന്താ യേശുവിനെ എല്ലാവരും ആകർഷിക്കാൻ കാരണം? അത് സൗഖ്യങ്ങൾ നടക്കുന്നുണ്ട്. സഹോദര, എല്ലാവർക്കും സൗഖ്യം നടന്നു പറ? യേശുവിന് കഴിവില്ലാഞ്ഞിട്ടും അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ്? അല്ല. ഞാൻ മനസ്സിലാക്കുന്നൊരു വലിയ സത്യം പറയട്ടെ. അവൻ്റെ വചനം കേട്ട് വചനത്താൽ ആകർഷിക്കപ്പെട്ട് അവൻ്റെ വചനത്തിൽ സബ്മിറ്റ് ചെയ്ത ജനം മാത്രമാണ് സൗഖ്യമായത്. അവർ മാത്രമേ വിടിവിക്കപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഈ സന്ദേശം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ, നിങ്ങളെ അത് തൊടുമ്പോൾ നിങ്ങളിൽ സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു പ്രവൃത്തിയും പ്രക്രിയയും പ്രതിഭാസവും മാത്രമാണ് സൗഖ്യങ്ങൾ. ദൈവത്തിന്റെ വചനം സൗഖ്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സൗഖ്യങ്ങൾ നടക്കുന്നു. ദൈവത്തിന്റെ വചനം വിടിവിക്കപ്പെടാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നില്ല. ദൈവത്തിന്റെ വചനം ഭക്തന് വേണ്ടി ഇറങ്ങുമ്പോൾ അതിനകത്തുകൂടെ നടക്കുന്ന ഒന്നാണ് വിടുതലുകൾ. ദാവീദ് ശത്രു തകരാൻ വേണ്ടി ആലയത്തിയിരിക്കുന്നില്ല. ദാവീദ് ശത്രു തകരാൻ വേണ്ടി ദൈവത്തിന്റെ മനോഹരത്വം കാണുന്നില്ല. ദൈവത്തിന്റെ മനോഹരത്വം കാണുമ്പോൾ, ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഇരിക്കുമ്പോൾ അതിനകത്തുള്ള സുരക്ഷിതത്വത്താൽ തനിക്ക് ലഭിക്കുന്ന ഒന്നാണ് ശത്രുവിന്മേലുള്ള ജയം. ഇന്ന് ഈ തിരുവെഴുത്ത് നീ കേട്ടോണ്ടിരിക്കുമ്പോ, ഈ തിരുവെഴുത്ത് നിന്നെ തോടുമ്പോ, ഈ തിരുവെഴുത്തിൽ നീ ആകർഷിക്കപ്പെടുമ്പോൾ, ഈ തിരുവെഴുത്തിനാൽ നീ വശീകരിക്കപ്പെടുമ്പോൾ, ഈ തിരുവെഴുത്ത് നിന്നെ പൊതിയുമ്പോൾ സംഭവിക്കുന്ന ഒന്നാണ് ശത്രുവിന്മേലും ശത്രുതയിന്മേലുമുള്ള ജയം. ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ, അത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കട്ടെ. തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ വിടുതൽ, തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ സൗഖ്യം, തിരുവെഴുത്ത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഭൂതങ്ങളിൽ നിന്നുള്ള വിടുതൽ. ദൈവത്തിന്റെ മനോഹരത്വം കാണാം, ദൈവത്തിന്റെ മനോഹരത്വം കാണാം. ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നീ കേൾക്കുന്ന മാന്യ സുഹൃത്തേ, നിന്റെ പരാജയങ്ങളിന്മേൽ ദൈവത്തിന്റെ മനോഹരത്വം നിനക്ക് കാണണമെങ്കിൽ കർത്താവിന്റെ ആലയത്തിനകത്തേക്ക് കയറണം. ആലയത്തിന്റെ അനുഭവങ്ങൾക്കകത്തേക്ക് കയറണം. ഗ്രൂപ്പിസത്തിനകത്തേക്കല്ല, സ്ഥാനമാനങ്ങൾക്കകത്തേക്കല്ല, പദവികളിലേക്കല്ല, ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തേക്ക് കയറണം. അവിടെ മനോഹരത്വം വെളിപ്പെടും. വികൃതമായി കിടക്കുന്ന നിന്റെ ലൈഫ് മനോഹരമായി തീരും. തകർന്നു കിടക്കുന്ന നിന്റെ ഫിനാൻഷ്യൽ മേഖലകൾ മനോഹരമായി തീരും. നീ ആയിരിക്കുന്ന പ്രിമിസസ്, തകർന്നു കിടക്കുന്ന നിങ്ങളുടെ ഏതൊരു പ്രിമിസസ് മനോഹരമായി തീരും. തകർന്നു കിടക്കുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതം മനോഹരമായി തീരും. തകർന്നു കിടക്കുന്ന കുടുംബ ജീവിതം മനോഹരമായി തീരും. തകർന്നു കിടക്കുന്ന വിശ്വാസ ജീവിതം മനോഹരമായി തീരും. തകർന്നു കിടക്കുന്ന നിങ്ങളുടെ ഓഫീസ്, നിങ്ങളുടെ കൊളീഗ്സ്, നിങ്ങളുടെ കോവർക്കേഴ്സ്, റിലേഷൻഷിപ്സ് മനോഹരമായി തീരും. തകർന്നു കിടക്കുന്ന നിന്റെ എഡ്യൂക്കേഷൻ മനോഹരമായി തീരും. നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ മോനെ, നിന്റെ വിശ്വാസം വർദ്ധിക്കട്ടെ. നീ ആരുടെ സന്തതിയാൻ തിരിച്ചറിയുക. നിനക്ക് ആവശ്യം ഒരു മോട്ടിവേഷണൽ മെസ്സേജ് അല്ല, നിനക്ക് ആവശ്യം ദൈവമാണ്. നിനക്ക് ആവശ്യം ബലപ്പെടുത്തുന്ന ഒരു സന്ദേശമല്ല, നിനക്ക് ആവശ്യം ദൈവവചനമാണ്. നിനക്ക് ആവശ്യം ആരുടെയെങ്കിലും പ്രാർത്ഥനയല്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിക്കൂ, എൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെയൊന്നും സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല. നിനക്ക് ആവശ്യം ദൈവവും ദൈവ സാന്നിധ്യമാണ്. ഹല്ലേലൂയ. ആരാ അങ്ങനെ വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്നത്? എല്ലാവരും ബിസിയാണ്. ദാവീദ് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് ആലയത്തിൽ കയറിയോ? അല്ല, അയാൾ ഉണ്ടെങ്കിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അയാൾ ഉണ്ടെങ്കിൽ എനിക്ക് വിടുതൽ കിട്ടുള്ളൂ, അങ്ങനെ പറഞ്ഞോ? പറഞ്ഞില്ല. ദാവീദ് പറഞ്ഞു, എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണണം, എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം, എനിക്ക് യുദ്ധം ചെയ്യണ്ട, എനിക്ക് രാജ്യം ഭരിക്കണ്ട, എനിക്കൊന്നും വേണ്ട, എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണണം. ദാവീദിന്റെ പാരൻസ് മരണപ്പെട്ടു, എന്നിട്ടും താൻ പറയുക എനിക്ക് ദൈവത്തിന്റെ മനോഹരത്വം കാണണം. വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ
ജീവിതത്തിൽ മരണം വഴിയായി വേർപിരിഞ്ഞതിൻ്റെ വേദനയിലിരിക്കുന്നവർ എന്നെ കാണുന്നുണ്ടെങ്കിൽ, അവരൊക്കെ നിങ്ങൾക്കൊരു ബലമായിരുന്നെങ്കിൽ, അവരുടെ പ്രാർത്ഥന നിങ്ങൾക്കൊരു കോട്ടയായിരുന്നെങ്കിൽ, അവരുടെ ഉപദേശങ്ങൾ നിങ്ങൾക്കൊരാശ്വാസമായിരുന്നെങ്കിൽ, ദൈവമക്കളെ, മരണം വഴിയായി അവർ മാറ്റപ്പെട്ടു, അവർ നിത്യതയിൽ വിശ്രമിക്കുന്നു. അതിനെ ചൊല്ലി നിന്റെ ആത്മീയ ജീവിതം തകർക്കല്ല വേണ്ടത്. അവരും കൂടെ സന്തോഷിക്കാൻ വേണ്ടി അവരറിഞ്ഞ ആ ദൈവത്തെ നീ മുറുകെ പിടിക്കുക വേണ്ടേ. ഓ ഹല്ലേലൂയ! അവൻ്റെ മനോഹരത്വം കാണാം, കർത്താവിൻ്റെ മനോഹരത്വം. അങ്ങനെ മനോഹരത്വം കാണുന്നതുകൊണ്ട് എന്നാ സംഭവിക്കുന്നതെന്നറിയാം. താഴെ ദാവീദ് പറയുന്നത് എന്നാ നോക്കി. സ്തോത്രം. അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിക്കാൻ എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. 5-ാമത്തെ വാക്യം, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. അനർത്ഥ ദിവസം എന്ന് പറയുമ്പോൾ പ്രയാസങ്ങളിൽ ദൈവത്തിലുള്ള 4 വിധ ഉറപ്പിനെ കുറിച്ചാണ് ദാവീദ് ഇവിടെ പറയുന്നത്. പ്രയാസവേളകൾ. ആർക്കാ പ്രയാസമില്ലാത്തത്? നിങ്ങൾക്ക് പ്രയാസമില്ലേ? എനിക്ക് പ്രയാസമില്ലേ? ആർക്കാ ഈ ഭൂമിയിൽ ആർക്കാ പ്രയാസമില്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. സമ്പന്നന്മാർക്കും ഉണ്ട്, സമ്പത്തില്ലാത്തവർക്കും ഉണ്ട്, മനുഷ്യർക്കും ഉണ്ട്, മൃഗങ്ങൾക്കും ഉണ്ട് പ്രയാസം. അതുങ്ങൾ നമ്മളോടൊന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല എന്നേ ഉള്ളൂ. അതുങ്ങൾക്കും ഉണ്ട് പ്രയാസം. പ്രയാസം ഈ ഭൂമിയിൽ എല്ലാവർക്കും ഉണ്ട്. ഉൽപ്പത്തി മുതൽ തുടങ്ങിയതാണ്. പാപം ചെയ്തപ്പം മുതൽ ഈ ഭൂമിയിൽ പ്രയാസത്തിൻ്റെ ഒരവസ്ഥ ഉണ്ടായി. ഇവിടെ ആ പ്രയാസത്തിൻ്റെ വേളകളിൽ 4 വിധ ഉറപ്പിനെ കുറിച്ച് ദൈവത്തിൻ്റെ മനോഹരത്വം കാണുന്ന ഭക്തൻ പറയുകയാണ്. ദൈവമക്കളെ, ഏറ്റവും കൂടുതൽ ദൈവിക സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്ന സമയം പ്രയാസവേളകളാണ്. പ്രയാസവേളകളാണ് ഏറ്റവും കൂടുതൽ ദൈവസാന്നിധ്യം അനുഭവിക്കാനും ദൈവത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാനും കഴിയുന്ന സമയം. ബൈബിൾ പറയുകയാണ്, അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. 1-ാമത്തെ ദൈവത്തിലുള്ള ദാവീദിന്റെ ഉറപ്പ്, അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും. ഇതുപോലെ അനർത്ഥത്തിൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? അനർത്ഥ ദിവസത്തിൽ എന്ന പോലെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? ദൈവത്തിൻ്റെ സാന്നിധ്യം മാത്രം ജീവിതത്തിൽ ഒരാശ്വാസവും ആശ്രയവുമായി പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? പ്രാർത്ഥനയുടെ ഒരു ബലത്തിൽ മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? പരിശുദ്ധാത്മാവ് നിന്നോട് പറയുക, ദൈവം നിന്നെയും നിനക്കുള്ളവരെയും ശത്രു കാണാതെ തൻ്റെ മറവിടത്തിൽ അവൻ ഒളിപ്പിച്ചു വയ്ക്കും. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഭീഷണിയുണ്ടോ? നിങ്ങൾക്കുള്ള നന്മകളുടെ മേൽ ശത്രുവിൻ്റെ ഭീഷണിയുണ്ടോ? ദൈവം നിന്നെ ഒളിപ്പിക്കും. ദാവീദിൻ്റെ ഉറപ്പുകളിൽ ഒന്നാണ് എന്നെ ഒളിപ്പിക്കുന്ന, അനർത്ഥ ദിവസത്തിൽ എന്നെ മറയ്ക്കുന്ന, എന്നെ ഒളിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. 2-ാമത്തെ ഇത് പറയുകയാണ്, തിരുനിവാസത്തിൻ്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. തിരുനിവാസത്തിൻ്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. 3, പാറമേൽ എന്നെ ഉയർത്തും. 4, എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ അവൻ എന്നെ ഉയർത്തും. 4 തരത്തിൽ ഉള്ള സംരക്ഷണം ദൈവത്തിൻ്റെ മനോഹരത്വം കാണുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ട്. 4 തരത്തിലുള്ള സംരക്ഷണം. ഒന്ന് പറഞ്ഞേ, 4 തരത്തിലുള്ള സംരക്ഷണം. കുഞ്ഞേ, നീ ഈ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 4 തരത്തിലുള്ള സംരക്ഷണമാണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തരുന്നത്. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ മാത്രമായിരിക്കും ഈ ദൈവത്തെ അറിഞ്ഞതും ദൈവത്തെ അനുസരിക്കുന്നതും ദൈവത്തെ ആരാധിക്കുന്നതും. ഞാൻ നിങ്ങളോട് പറയട്ടെ, 4 തരത്തിലുള്ള സംരക്ഷണം നിങ്ങൾക്കും നിങ്ങൾ പ്രാർത്ഥിക്കുന്നവർക്കും പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. 1, അവൻ അനർത്ഥ ദിവസത്തിൽ നിന്നെ മറയ്ക്കും. എല്ലാവർക്കും എല്ലാ ദിവസവും നല്ല കാലമല്ല, എല്ലാവർക്കും എല്ലാ ദിവസവും സന്തോഷമല്ല, എല്ലാവർക്കും എല്ലാ ദിവസവും സുഖമല്ല, എല്ലാവർക്കും എല്ലാ ദിവസവും ആനന്ദമല്ല. ജീവിതത്തിൽ ഏറ്റക്കുറച്ച് വേരിയേഷൻസ് ഉണ്ടാകും. സന്തോഷത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സമാധാനത്തിലാണെങ്കിലും. ഇന്ന് എന്നോടൊരു വ്യക്തി പറയുകയാണ്, ഒരു അപ്പച്ചൻ എന്നോട് പറയുക, ഒരു അങ്കിൾ എന്നോട് പറയുക, മോനെ 40 വയസ്സിൽ ചുളുങ്ങിത്തുടങ്ങും ശരീരമൊക്കെ. 40 വയസ്സൊക്കെ ആകുമ്പോൾ ചുളുങ്ങി തലയൊക്കെ നരച്ച കഷണ്ടി വന്നു തുടങ്ങും. 50 മുതൽ 60 വയസ്സിനകത്ത് 60 വയസ്സൊക്കെ ആകുമ്പോൾ ആട്ടം തുടങ്ങുമെന്ന്. മനസ്സിലായില്ലേ? 40-45 കാലഘട്ടങ്ങളിൽ തലമെല്ലാം നരച്ചു തുടങ്ങും.
ശരീരമൊക്കെ ചുളുങ്ങി തുടങ്ങും, വാർദ്ധക്യം വിളിച്ചറിയിച്ചു തുടങ്ങും. 60 വയസ്സെത്തുമ്പോൾ ആട്ടം തുടങ്ങും. എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കാൻ മേല, കാലെടുക്കാൻ മേല, ഇരിക്കാൻ മേല, എഴുന്നേക്കാൻ മേല, അങ്ങനത്തെ അവസ്ഥയിൽ. സഹോദര, എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ അല്ല. ജീവിതമാണ്. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, അല്ലെ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ എല്ലാ ദിവസവും എന്ന് ചിന്തിച്ചാൽ, ജീവിതമാണ്. അതിനകത്ത് നാം ശത്രു ജീവിതത്തിൽ കൊണ്ടുവരുന്നതെല്ലാം നാം എതിരിട്ടേ പറ്റും. അതുകൊണ്ടാണ് തിരുവഴുത്ത് നമ്മെ ഇങ്ങനെ പഠിപ്പിക്കുന്നത്, പിശാചിനോട് എതിർത്തു നിൽപ്പിൻ. ഈ ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രശ്നങ്ങളെ ഭയപ്പെടുന്നത്. ജീവിതത്തിൽ എപ്പോഴും സുഖം വേണം, സന്തോഷം വേണം, പ്രശ്നങ്ങൾ പാടില്ല, പോരാട്ടം പാടില്ല എന്ന് പറയുന്നത് നമ്മൾ വല്ല ചന്ദ്രനിലും ജനിക്കേണ്ടി വരും. അവിടെ ഉണ്ടായിരിക്കും മിക്കവാറും പ്രശ്നം. അവിടെ പിന്നെ ആൾപ്പാർപ്പില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ന്യൂസ് ഇതുവരെ വരാതെ. ചന്ദ്രനിൽ കൂട്ടയാടി, അങ്ങനെ ഒരു വാർത്ത നമ്മൾ ഇതുവരെ കേട്ടില്ല. ചന്ദ്രനിൽ അതിര് തർക്കം, നമ്മൾ അങ്ങനെ ഒരു വാർത്ത ഇതുവരെ കേട്ടില്ല. ചന്ദ്രനിൽ ജലക്ഷാമം, നമ്മൾ അതുവരെ ഇങ്ങനെ ഒരു വാർത്ത ഇതുവരെ കേട്ടില്ല. ചന്ദ്രനിൽ ഗ്രൂപ്പിസം, അത് ഇങ്ങനെ ഒരു വാർത്ത ഇതുവരെ കാരണം എന്നാ, അവിടെ ജനം ഇല്ല. ഇപ്പം അവിടെയും വാസസ്ഥലം ഒരുക്കാൻ പറ്റുമോ എന്നാണ് ശാസ്ത്രജ്ഞന്മാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ജലത്തിൻ്റെ ലഭ്യതയുണ്ടോ, അവിടെ മനുഷ്യന് താമസിക്കാൻ പറ്റുമോ? അപ്പോൾ അവിടെയും കൂടെ ദൈവമക്കളെ, അവിടെയും കൂടെ ഇനി അതാണ്. അപ്പോൾ അവിടെ മനുഷ്യരില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെ ഭൂമിയാണ്. ഭൂമിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. അതിനകത്താണ് എതിർത്തു നിൽക്കുക, ദുഷ്ടനോട് എതിർത്ത് നിൽക്കുക. മനുഷ്യരുടെ ഇടയിൽ തർക്കങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ നടുവിലല്ലായോ കർത്താവായ യേശു ക്രിസ്തു ജയാളിയായി ജീവിച്ചത്? ഇതിൻ്റെ നടുവിലേക്കാണ് പിശാചു ഇറങ്ങി വന്നത്. ഹല്ലേലൂയ. അപ്പോൾ എവിടെ കൂട്ടമുണ്ടോ അവിടെ പൈശാചിക പ്രവർത്തനങ്ങളുണ്ട്. ആ പൈശാചിക പ്രവർത്തനങ്ങളോട് എതിർത്ത് നിൽപ്പാനാണ്, ശത്രു ജീവിതത്തിൽ കൊണ്ടുവരുന്ന എന്തിനേയും എതിർത്ത് നിൽക്കാനാണ് കർത്താവ് നമുക്ക് അഭിഷേകവും ശക്തിയും തന്നിരിക്കുന്നത്. ശത്രു ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ മനോഹരത്വം കാണുന്നൊരു കൃപ നമുക്ക് വേണം. അതാ ദാവീദ് പറയുന്നത്, എനിക്ക് ശത്രുവിനെ പേടിയില്ല, എനിക്ക് പ്രയാസമുണ്ട്, പ്രതിസന്ധിയുണ്ട്, ആക്രമണ ഭീതിയുണ്ട്, ആക്രമണ ഭീഷണിയുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ എനിക്ക് പ്രയാസമില്ല. കാരണം എൻ്റെ പ്രയാസവേളയിൽ ഞാൻ കയറുന്നൊരു കൂടാരമുണ്ട്. എൻ്റെ പ്രയാസവേളകളിൽ ഞാൻ കയറുന്നൊരു കൂടാരമുണ്ട്. ഒന്ന് പറയാൻ കഴിയും, എൻ്റെ പ്രയാസവേളകളിൽ ഞാൻ കയറുന്ന കൂടാരം എൻ്റെ സുഹൃത്തിൻ്റെ വീടല്ല, വാട്സാപ്പ് അല്ല. ഞാൻ എൻ്റെ പ്രയാസവേളകളിൽ ഞാൻ കയറി മറഞ്ഞിരിക്കുന്നത് ലോകം സമാധാനം തരുന്ന ഇടങ്ങളല്ല, സിനിമ തിയേറ്ററുകളല്ല, പാർക്കല്ല, ബീച്ചല്ല. എൻ്റെ പ്രയാസവേളകളിൽ ഞാൻ അഭയം കണ്ടെത്തുന്നത് ദൈവത്തിൻ്റെ തിരുനിവാസത്തിൻ്റെ അരികിലാണ്, ദൈവത്തിൻ്റെ ആലയത്തിനകത്തേക്കാണ്. ഖബാൾ. എത്ര പേർ മനസ്സിലാക്കുന്നു ഇന്ന് ഈ ദൂത്? എത്ര പേർ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ചോദിക്കുക. എത്ര പേർ മനസ്സിലാക്കുന്നു എൻ്റെ അനർത്ഥ ദിവസത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്നൊരു സ്ഥലം ദൈവത്തിൻ്റെ പാദപീഠം? എൻ്റെ അനർത്ഥ ദിവസത്തിൽ, എൻ്റെ സുഖമുള്ള കാലങ്ങളിലാണെങ്കിലും, കണ്ണുനീർ നേരങ്ങളാണെങ്കിൽ, എൻ്റെ വിശ്രമവേളകളാണെങ്കിൽ, എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളാണെങ്കിൽ ഞാൻ ചെലവിടുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ. അവിടെ ഞാൻ കണ്ട് പഠിച്ച, ഞാൻ കണ്ടു വളർന്ന, എനിക്ക് അനുഭവമുള്ള ദൈവത്തിൻ്റെ മനോഹരത്വമുണ്ട്. കുഞ്ഞെ, ഒരു ദിവസം ചിരിച്ചു കാണിക്കുന്ന വ്യക്തി അടുത്ത ദിവസം നിന്നോട് ചിരിക്കാതിരുന്നാൽ അവന്റെ മുഖത്തൊരു മനോഹരത്വമില്ല. അവൻ നിന്നോട് എന്തോ ആണെന്ന് നീ പറയും. പക്ഷേ ഇന്ന് കണ്ട നാളെ കാണാൻ പോകുന്ന കർത്താവിന്റെ മുഖത്ത് നിന്ന് നീ ഒരു മനോഹരത്വം കണ്ടാൽ അത് നാൾ വർദ്ധിക്കുന്നതല്ലാതെ അത് കുറയാൻ സാധ്യതയില്ല. ദൈവത്തിന്റെ മനോഹരത്വം നിന്നെ ഒളിപ്പിക്കും കേട്ടോ. ദൈവത്തിൻ്റെ മനോഹരത്വം നീ കണ്ടിട്ടുണ്ടെങ്കിൽ ശത്രു കാണാതെ നിന്നെ ഒളിപ്പിക്കും. ദൈവത്തിൻ്റെ മനോഹരത്വം നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പിശാചി കാണാതെ നിന്നെയും നിന്റെ പ്രിയപ്പെട്ടവരെയും നിന്റെ നന്മകളെയും ദൈവം ഒളിപ്പിക്കും. ശത്രുവിന് അപഹരിക്കാൻ കഴിയാതെ വണ്ണം ഒളിപ്പിക്കും. നിന്റെ വാഗ്ദത്തത്തെ ദൈവം ഒളിപ്പിച്ച് നിന്റെ കയ്യിലേൽപ്പിക്കും. 2, തിരുനിവാസത്തിൻ്റെ മറവിൽ അവൻ എന്നെ മറയ്ക്കും. ഒളിപ്പിക്കാത്രല്ല, മറയ്ക്കും. മറച്ച് പിടിക്കും നിന്നെ. ശത്രു തൊടാതെ, അവൻ്റെ തീയമ്പുകൾ ഏൽക്കാതെ നിന്നെ മറച്ച് പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. മറച്ചു പിടിക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. 3, പാറമേൽ നിന്നെ ഉയർത്തും. താഴ്ചയാണോ ജീവിതത്തിൽ ഇതുവരെ? പരാജയമാണോ ജീവിതത്തിൽ ഇതുവരെ? നിരാശയാണോ ജീവിതത്തിൽ ഇതുവരെ? ദുഃഖമാണോ? ഒരു എഴുന്നേറ്റം ജീവിതത്തിൽ കിട്ടുന്നില്ലേ സഹോദരി? ഒരു സന്തോഷം നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലേ? നീ വിശ്വസിക്കുന്നതൊന്നും നിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ലേ? നീ പ്രതീക്ഷിക്കുന്ന ഒന്നും ഒരിടവും വന്നെത്തുന്നില്ലേ? നിന്നെ ദൈവം സ്നേഹിക്കുന്നു. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. നിനക്കുള്ളവർ പോലും നിന്നെ ഒറ്റപ്പെടുത്തുകയും നിന്നെ കബളിപ്പിക്കുകയും നിന്നെ പറ്റിക്കുകയും ചെയ്യുമ്പോൾ
ആ മനോഹരത്വം നിന്നോട് സംസാരിക്കുന്നു. അവിടുന്ന് നിന്നെ സ്നേഹിക്കുന്നു. അവിടുന്ന് നിന്നെ കൈവിടാത്ത, നിന്നെ മറന്നു കളയാത്ത, നിന്നെ അവോയ്ഡ് ചെയ്യാത്ത, നിന്നെ ഒഴിവാക്കാത്ത, നിന്നെ കരുതുന്ന ദൈവമാണ്. പറയുന്നു, അവൻ നിന്നെ ഉയർത്തും. നിന്നെ ദൈവം നിർത്തിയിരിക്കുന്ന പാറമേല. നീ ആ പാറയിൽ, രക്ഷയാകുന്ന പാറയിൽ നീ ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് നിന്നെ ഉയർത്തും. അവിടുന്ന് നിന്നെ ഒളിപ്പിക്കും. അവിടുന്ന് നിന്നെ മറയ്ക്കും. ഒന്ന് പറഞ്ഞേ, കർത്താവേ, എന്നെ ഒന്ന് ഉയർത്തണമേ. ജീവിതത്തിൽ എവിടെയൊക്കെയോ താഴ്ത്തപ്പെട്ട്, മറ്റുള്ളവരാൽ നിന്ദിക്കപ്പെട്ട്, അപമാനിക്കപ്പെട്ട്, ഒറ്റപ്പെടുത്തി, നിനക്കുള്ളതും കൂടെ തരാതെ, നിന്റെ അവകാശങ്ങളെപ്പോലും തട്ടിയെടുത്ത്, നിന്റെ കൂടപ്പിറപ്പുകൾക്കെല്ലാം വീതം വെച്ചിട്ടും നിന്നെ ഒഴിവാക്കി ഇതൊന്നുമില്ലാത്തവനെ പോലെ നിൽക്കുന്ന ചിലരെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ദൈവത്തിൻ്റെ സ്വന്തം പാറയിൽ ഉയർത്തും. പുത്രനിൽ നിന്നെ അവൻ ഉയർത്തും. നീ യേശുവിൽ വിശ്വസിക്കുക, നീ യേശു കർത്താവിൽ വിശ്വസിക്കുക. നിന്നെ അവിടുന്ന് ഉയർത്തും. നിന്നെ ദൈവം ഉയർത്തും. നാലാമത്തെ പോയിന്റ്, ആറാമത്തെ വാക്യം, ഇപ്പോൾ എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയർത്തും. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. ശത്രുക്കൾ എല്ലാ കാലവും എല്ലാവർക്കും ഉണ്ട്, ശത്രുതയുമുണ്ട്. എന്നാൽ ശത്രുക്കളുടെ മുമ്പിൽ ഒരു ജയം, അത് ദൈവത്തിൻ്റെ മനോഹരത്വം കാണുന്നവൻ്റെ അവകാശമാണ്. ഇന്ന് ഈ സന്ദേശം എൻ്റെ മാന്യ സുഹൃത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ ചിലരോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ദൈവത്തിൻ്റെ മനോഹരത്വം കാണാൻ നിന്നെ അവിടുന്ന് വിളിക്കുന്നു. നിന്റെ ശത്രുവിൻ്റെ മുമ്പിൽ നിനക്കൊരു ജയം വേണമോ? നിന്റെ ശത്രുവിൻ്റെ മുമ്പിൽ ഒരു ജയം വേണമോ? ദൈവത്തിൻ്റെ മനോഹരത്വം കാണുക. നിനക്ക് ഉയരണമോ? ദൈവത്തിൻ്റെ ആലയത്തിലേക്ക് കയറുക. ഒരു ചിട്ടയുണ്ടാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക്, നിങ്ങളുടെ വചനധ്യാനത്തിന്, നിങ്ങളുടെ മീറ്റിങ്ങിന്. നമുക്കൊരു ചിട്ടയുണ്ട്. ദിവസം രാവിലെ 6:30, വൈകുന്നേരം 6:30. ഈ 2-6:30 മണിയും ഒരു ചിട്ടയാക്കി മാറ്റുക. ചേരുക, ദൈവവചനത്തോട് ചേർന്നിരുന്ന് പ്രാർത്ഥന. എത്ര സമയം നിങ്ങൾക്ക് പോകുന്നേ? രാവിലെ അരമണിക്കൂർ, ചില ദിവസത്തെ സന്ദേശം ഒരു 40-45 മിനിറ്റ് വരെ പോകും. വൈകുന്നേരം അതുപോലെ. എത്ര സമയം നിങ്ങൾ ദൈവവചനം കേൾക്കാൻ സ്പെൻഡ് ചെയ്യുന്നു? അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവും. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിനകത്തേക്ക് കയറാൻ പോകും. ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിനകത്തേക്ക് കയറാൻ പോകും. ആലയത്തിനകം ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്ന ഇടമാണ്. അവിടെ ആരാധനയും പാട്ടും പരിശുദ്ധാത്മാവും അഭിഷേകവും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതിനകത്ത് കയറി മറഞ്ഞിരിക്കുന്ന, ഒളിച്ചിരിക്കുന്ന ദാവീദിനെ കുറിച്ച് ദൈവാത്മാവ് പറയുന്നു, ഞാൻ അവനെ ഉയർത്തും. നീ ചിലയിടങ്ങളിൽ മറഞ്ഞിരിക്കപ്പെടുന്നത്, ചിലയിടങ്ങളിൽ നീ വെളിയിൽ വരാതെ ദൈവം നിന്നെ മറച്ചു പിടിക്കുന്നത് ശത്രു കാണുക നിന്നെ ഉയർത്താന്. ശത്രു കാണുക നിന്നെ ഉയർത്താന്. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ഒന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് ഒന്ന് പ്രവേശിച്ച് എല്ലാ കണ്ണുകളും അടയട്ടെ. കർത്താവ് നിങ്ങളെ സ്പർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ കണ്ണുകളും അടയട്ടെ. അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ അവൻ എന്നെ ഒളിപ്പിക്കും. തിരുനിവാസത്തിൽ ഞാൻ മറയും. ശത്രുക്കൾ കാണുക ഉയർത്തും. പിതാവ്, എന്നെ കാണുന്ന ഓരോ ദൈവജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതേതെങ്കിലും നിരാശയോടും ഭാരത്തോടും ദുഃഖത്തോടും ആകുലതയോടും കൂടെ ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇപ്പോൾ കർത്താവേ, അവർ ദൈവിക സമാധാനം അനുഭവിക്കട്ടെ. അവർ ദൈവിക ആശ്വാസം അനുഭവിക്കട്ടെ. അവർ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറയട്ടെ. ദൈവത്തിൻ്റെ ശക്തിയിൽ അവർ നിറയട്ടെ. അവരിപ്പോൾ ഏതെങ്കിലും ഭയത്തിലോ ഭീതിയിലോ ആകുലതയിലോ ആണെങ്കിൽ അവരിപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ തന്നെ വിടുവിക്കപ്പെടട്ടെ. ഞാൻ ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവിക സംരക്ഷണം ഇവർക്ക് നൽകിയിരിക്കയാൽ സ്തോത്രം. ഇവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. എല്ലാ ദിവസവും രാവിലെ 6:30 വൈകുന്നേരം 6:30 ഞങ്ങളുടെ മീറ്റിംഗ് ഉണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ചുവടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഞങ്ങളെ വാട്സാപ്പിൽ അറിയിക്കുകയോ അത്യാവശ്യമെങ്കിൽ നിങ്ങൾ ആ നമ്പറിൽ തന്നെ കോൾ ചെയ്യുകയോ ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും സന്ദർഭങ്ങളിൽ ഫോൺ എടുക്കാൻ കഴിയാത്ത പക്ഷം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അതേ നമ്പറിൽ തന്നെ വാട്സാപ്പ് ചെയ്താൽ മതിയാകും. ഞങ്ങൾ തീർച്ചയായിട്ടും റിപ്ലൈ ചെയ്യും, പ്രാർത്ഥിക്കും. മറ്റുള്ളവർക്കും കൂടെ ഞങ്ങളുടെ ഈ മീറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ അറിയിക്കുക. എല്ലാ ദിവസവും ജോയിൻ ചെയ്യുക. ഈ വീഡിയോയ്ക്ക് നിശ്ചയമായും ഒരു ലൈക്ക് കൊടുത്തിട്ടേ പോകാവുള്ളൂ. ഒരു ലൈക്ക് കൊടുക്കുക. താഴത്തെ തമ്പ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഈ ചാനലിനെ
വളരാൻ നിങ്ങൾ സഹായിക്കുക. നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നിങ്ങൾ ചെയ്യുക, നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ നിങ്ങൾ ചെയ്യുക. എല്ലാറ്റിനാലും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ താഴ്ച പ്രാപിക്കുകയില്ല, നിങ്ങൾ ഉയർച്ച തന്നെ പ്രാപിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെല്ലാവരെയും സൂക്ഷിക്കട്ടെ. I bless you in Jesus' almighty name. Amen. Goodbye. Take care.